എനിക്ക് അങ്ങനെ കല്യാണം ലിവ് റിലേഷൻ ഉണ്ടോ അപ്പൊ? കേൾക്കുന്നവർക്ക് അതൊരു കഥയാണ്. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ബാക്ക് ബോൺ, ഞാൻ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം എൻ്റെ മോള. എന്നോട് ആരാണ്ട് കഴിഞ്ഞിടയ്ക്ക് എന്തോ ഒരു ഗോസിപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് വീട്ടിലിരിക്കുന്നതാണ് സന്തോഷം, എൻ്റെ ചെലവ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറയാം, ആ എമൗണ്ട് അവരെനിക്ക് ഇങ്ങോട്ട് തരട്ടെ. അവിടെ പാലയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാൻ നമുക്ക് സിറ്റി ലൈഫ് തന്നെയാണ്. പുറമേ കാണുന്ന ഒരു ആൻമരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ സീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് റോളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. സോ ലെറ്റ്സ് വെൽക്കം ആൻമരിയ. താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഈ സീരിയലിൽ നെഗറ്റീവ് റോൾ ഉള്ളതുപോലെ ജീവിതത്തിൽ നെഗറ്റീവ് ആണോ? അല്ല, വളരെ പോസിറ്റീവ് ആണ്. എന്തുകൊണ്ട് വളരെ പോസിറ്റീവ് എന്നല്ല, നമ്മളിൽ എല്ലാവരിലും ഉണ്ടല്ലോ, നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ട് ഈ നെഗറ്റീവ് റോൾ മാത്രം കിട്ടുന്നതിന് ആലോചിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ ആദ്യം പോസിറ്റീവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു 2 സീരിയലായിട്ട് നെഗറ്റീവ് റോള്. ആദ്യത്തിൽ അങ്ങനെ പക്ക നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പം കുറച്ച് നാത്തുമ്പോരൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ, ഇപ്പോഴത്തെ പുതിയ സീരിയൽ വിശേഷം ഇഷ്ടം മാത്രം. അതെ അതെ. അപ്പം ആ ഒരു സീരിയൽ വിശേഷം എന്തൊക്കെയാണ്? സീരിയലില് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഈഗോയോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാം ഒരേ ഫാമിലി ആയിട്ട്, ഇപ്പോൾ 1 വർഷമായി ഒരേ ഫാമിലി ആയിട്ട് ഞങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, ഞാൻ കേട്ടിട്ടുള്ള ഒരു പൊതു പല്ലവിയാണ്, അതായത് ഈ സീരിയലിൽ ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല. രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞ് വൈകിട്ട് ഒരു 9:30 ആകുമ്പോ കഴിയുള്ളൂ. അതൊക്കെ സത്യമാണോ? ശരിക്കും അത് സത്യമാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ചെങ്കിലും ഓരോ നമ്മള് സീനൊക്കെ എഴുതി വരുന്ന പോലെ ഇരിക്കുമല്ലോ. ചില ദിവസങ്ങളിൽ നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി ഈ 9:30 വരെയുള്ള എല്ലാ സീനിലും നമ്മളുണ്ടാവും, ഇരിക്കാൻ സമയം കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞു കേട്ട സത്യം തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഏഷ്യാനെറ്റിലാണ് സീരിയൽ ചെയ്യുന്നത്. ആ ഏഷ്യാനെറ്റിൽ തന്നെ നടക്കുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അപ്പം ഈ ഒരു ബിഗ് ബോസ് വന്നതിന് ശേഷം സീരിയൽ പ്രേക്ഷകർ കുറഞ്ഞെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇല്ല, നമ്മള് ടൈം ഒക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുക, ജിയോ ഹോട്ട്സ്റ്റാർ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് സമയം പോലെ എല്ലാവരും കാണുന്നുണ്ട്. കാണുന്നതിന്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇപ്പം നമ്മുടെ ഇഷ്ടം മാത്രം ഒരു അടുത്ത വർഷം കൊണ്ട് കഴിഞ്ഞാല് ചിലപ്പോ ബിഗ് ബോസിലൊക്കെ പ്രതീക്ഷിക്കാമോ ചേച്ചിയുടെ? നോക്കാം, അവരും കൂടെ തീരുമാനിക്കട്ടെ. നമുക്കൊരു എൻട്രി തരണമെന്നുണ്ടെങ്കിൽ അവരും കൂടെ തീരുമാനിക്കണം. കിട്ടിയാ പോവും. ഓക്കെ, കാണാറുണ്ട് ബിഗ് ബോസ്? കാണാറുണ്ട്. അനുമോൾ ഉണ്ടല്ലോ, അനുമോള്, ഷാനവാസക്ക, അവരൊക്കെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് കാണാറുണ്ട്. ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാ ചോദിക്കേണ്ട? ഓൾറെഡി ഉത്തരം ഇല്ല, അങ്ങനെയല്ല. എനിക്ക് അവിടെ എല്ലാവരെയും ഓരോരുത്തരും ഇഷ്ടം. പക്ഷെ നമുക്ക് കൂടുതൽ അറിയാവുന്നത് അനുവിനെയും ഷാനവാസക്കേനൊക്കെ ആണല്ലോ. അപ്പം നമ്മൾ അവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ചേച്ചിയുടെ വിഷയത്തിലോട്ട് തന്നെ വരാം. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു മേഖലയിലോട്ട് വന്നത്? അത് ഒരു 9-10 വർഷം മുമ്പ് എങ്ങനെയൊക്കെ വന്നതാണ്. അല്ലാതെ നമ്മള് ഇതിനു വേണ്ടി തന്നെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തൊന്നും വന്നതല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. പിന്നെ ഞാൻ മിക്ക ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, നവീൻ അറക്കൽ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ ഇപ്പൊ സീരിയൽ ആർട്ടിസ്റ്റ് ആണല്ലോ, ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നവീനും ഞങ്ങളും നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പൊ നവീൻ വഴിയാണ് ഞാൻ ഈ ഒരു സീരിയലിലേക്ക്. നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിലുള്ള നവീനോ? അല്ല, നമ്മള് നവീൻ അറക്കൽ, സോറി, മനസ്സിലായി. ജിം ബോഡി ഒക്കെ ഉള്ള, അവനും കൂടുതലും എനിക്ക് തോന്നുന്നു വില്ലൻ ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്യുന്നത്. പിന്നെ പോലീസ് ഓഫീസേഴ്സ് ആയിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ നവീൻ വഴിയാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. നവീൻ നമ്മുടെ കൺട്രോളർ ജിത്തേട്ടനെ പരിചയപ്പെടുത്തി. പിന്നെ ആ ഒരു ടൈമില് ഇടവേള ബാബുചേട്ടനൊക്കെ, നസീർ സാറിന്റെ സീരിയലിലാണ് ഫസ്റ്റ് വരുന്നത്, എം നസീറിന്റെ. സാറിന്റെ അടുത്തൊക്കെ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. അന്ന് അഭിനയം എന്തെന്ന് പോലും അറിയില്ല, ഒന്നും അറിയില്ല സാറ്. പക്ഷെ സാറ് ഭയങ്കര കൂളായിരുന്നു. സാറ് നമുക്ക് അങ്ങനെ വഴക്കൊന്നും പറയത്തില്ലായിരുന്നു. സാറ് എല്ലാം പറഞ്ഞു തന്ന്. ഇപ്പോഴും നമ്മൾ അഭിനയം പഠിച്ചോണ്ടിരിക്കുക കേട്ടോ, ഒന്നും ആയിട്ടില്ല. മിക്കവാറും എനിക്ക് ട്രോള് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് നവീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബിഗ് ബോസ് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ കത്തി. അപ്പൊ ഞാൻ മറ്റു ആളെ ഓർത്തില്ല. മിക്കവാറും എനിക്ക് ട്രോള് വരും, മിക്കവാറും ഉറപ്പായിട്ടും വരും. എനിക്ക് മനസ്സിലായി, ചേട്ടൻ മനസ്സിലായി ആരാ എന്താന്നുള്ളതൊക്കെ മനസ്സിലായി. ഓക്കെ,
അപ്പം ചേച്ചിയുടെ ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? ശരിക്കും മനസ്സിലായി. ആ ഒരു മീശ മാത്രം വെച്ച് ഉണ്ടക്കണ്ണൊക്കെയുള്ള ആളല്ലേ? എനിക്കറിയാം. പാവം ചേട്ടൻ ഇത്രയും കാലം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഈ കൊച്ചിനെ എന്നെ അറിയാതെ പോയല്ലോ. അപ്പൊ അയ്യോ, ആ രീതി ട്രോൾ വരാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. ട്രോളുകൾ ഏറ്റവും അങ്ങനെ ഞാനപ്പോൾ റെഡി ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം ചേച്ചിയുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? വീട്ടില് മമ്മി, മോള്, പിന്നെ പപ്പിക്കുട്ടിയുണ്ട്. അവനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഓൾ ഇൻ ഓൾ, നമ്മുടെ സ്വർഗം. ഓക്കെ, ചേച്ചി പപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ടാറ്റു ഉണ്ടല്ലോ. ടാറ്റു. അയ്യോ, ഓക്കെ. അപ്പൊ ആക്ക് ഇനിയിപ്പൊ 2 വയസ്സാവാൻ പോകുന്നു. അപ്പം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ശരിക്കും മോൾ എന്റെ അടുത്ത് പറയും, ഇവൻ വന്നേ പിന്നെ മമ്മിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു. ഒരു മോൻ, അവൻ മെയിൽ ആണ്, അപ്പൊ മോനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചേച്ചിയുണ്ട്. മെയ്ഡെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് നമ്മുടെ സ്വന്തം ആള് പോലെ തന്നെ നിൽക്കുന്ന ഒരു ചേച്ചിയും അവന്റെ കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, ഞങ്ങൾ ഇത്രയും പേരാണ് വീട്ടില്. അപ്പം പിന്നെ ചേച്ചിയുടെ ശരിക്കുള്ള നാട് പാലക്കാരി അച്ചായത്തിയാണ്. ആ പാലക്കാരി അച്ചായത്തിയായിട്ട് ഇപ്പൊ കൊച്ചിയാണ് സെറ്റിൽഡ്. അതെ. അതെന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്? ഞാന് 7th പഠിക്കുന്ന സമയത്ത് ഫാമിലി ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന്, മമ്മിയുടെ സിസ്റ്ററൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. പിന്നെ പഠിച്ചതെല്ലാം 8th സ്റ്റാൻഡേർഡ് മുതൽ ഇവിടെയാണ് പഠിച്ചത്, കൊച്ചിയിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് പാലാക്ക് പോയി. പക്ഷെ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് സിറ്റി ലൈഫാണ് ഇഷ്ടം. അവിടെ പാലയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാൻ നമുക്ക് സിറ്റി ലൈഫ് തന്നെയാണ് നല്ലത്. എന്നാലും നമുക്ക് ഒരു നാട്ടിൻപുറത്തെ വൈബ് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നാളിവിടെ ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പം എല്ലാ ദിവസവും ഇങ്ങനെ നേരത്തെ അവിടെ നിന്ന് മമ്മിയുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മമ്മിയുടെ ബ്രദറൊക്കെ അങ്കിളുമാരൊക്കെ ചോദിക്കും, കിടക്കുന്നില്ലേ? അവരൊരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാരും പിടിച്ചൊക്കെ കിടത്തും. അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല, 10 മണി വരെയൊക്കെ TV ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകും. പക്ഷെ ആദ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു 8 മണി 7 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുരിശുവരെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പറയും കിടന്നോ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് മൊബൈലുണ്ട്, TV ഒക്കെ വന്നതിന് ശേഷമാണല്ലോ. ഇപ്പൊ പിന്നെ നല്ല കുഴപ്പമില്ല. എന്നാലും മാക്സിമം അവിടെയൊക്കെ 10 മണി വരെ. ഓക്കെ, അപ്പം പക്ഷെ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണല്ലോ. നമുക്ക് പഴയ കാര്യങ്ങള് ഒക്കെ വരും. ഇപ്പം നാട്ടും പ്രദേശത്തെ ആ ഒരു ഓണവും എൻജോയ്മെന്റ് ഒന്നും നമുക്ക് ഒരിക്കലും ഇവിടെ കിട്ടത്തില്ല. ഒരിക്കലും ഇല്ല. പണ്ട് ഈ പൂവൊക്കെ പറിക്കാൻ വേണ്ടിട്ട് ഓരോ വീട്ടിലും കാട്ടിലൊക്കെ പോയ ഫീൽ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉള്ളപ്പം മമ്മിയുടെ വീട്ടില് ഇവർ 9 മക്കളാണ്. അപ്പം മക്കളും മരുമക്കളും കൊച്ചുമക്കളെല്ലാം ഓണവും ക്രിസ്മസും എല്ലാ ഫെസ്റ്റിവലും അവിടെ തന്നെ ആഘോഷിക്കണം, അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും. അപ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ കസിൻസും എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും പൂ പറിക്കാൻ പോകുന്നു. പൂക്കളം നമ്മൾ തന്നെ പറിച്ചുകൊണ്ട് വന്നിടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു. അപ്പൊ അതൊരു വേറെ. പക്ഷെ ഇന്ന് എന്റെ മോൾ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ ഒരു സംഭവം പിള്ളേർക്കൊന്നും കിട്ടുന്നില്ല. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ ഇപ്പൊ ഇവരെന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് ലൈഫ് അല്ലേ. എന്താ പറയാ, സദ്യ മേടിക്കുന്നു, പിന്നെ ഫ്ലാറ്റിലായതുകൊണ്ട് ഫ്ലാറ്റിലെ ഓണം ഉള്ളത് കൊണ്ട് അതൊക്കെ ആഘോഷിക്കുന്നു. അതൊക്കെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഓണം. അപ്പം വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നാട്ടുമ്പുറത്തും നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്, സിറ്റി ലൈഫ് പിന്നെ ഇപ്പം മനുഷ്യന് കസിൻസ് ഒക്കെ എല്ലാരും അബ്രോഡൊക്കെ ആകുമ്പോഴത്തേക്കും വല്ലപ്പോഴും അല്ലേ നമ്മള് ഒരുമിച്ച് കിട്ടുള്ളൂ. ചിലപ്പോ 2 വർഷം കൂടുമ്പോഴായിരിക്കും, 3 വർഷം കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനായിരിക്കും. ഇനിയിപ്പം ഞങ്ങളുടെ വീട്ടില് കല്യാണമൊന്നും അധികം പെട്ടെന്നൊന്നും ഇല്ല. ഇനിയിപ്പം എനിക്ക് തോന്നണേ എന്റെ മമ്മിയുടെ ഒക്കെ വീട്ടില് എന്റെ മോളാന്ന് തോന്നുന്നു ആദ്യം കല്യാണം കഴിക്കേണ്ടി വരുന്നത്. അടുത്ത ജനറേഷനില് അവളാണ്, അവളുടെ ജനറേഷനിൽ ഫസ്റ്റ് അവളാണ്. ഓക്കെ, അപ്പം ചേച്ചി ഒറ്റ മോളാണ് വീട്ടിൽ? അതെ. ഓക്കെ, ഇപ്പം ചേച്ചി വീട്ടില് പറഞ്ഞപ്പം ചേച്ചിയുടെ വീട്ടില് മമ്മി, മോള്, ചേച്ചി, അപ്പൊ ഒരു ആൺതരി ഇല്ലാത്ത വീടാണ്. ആൺതരി ഉണ്ടല്ലോ ഇപ്പൊ ഞങ്ങളുടെ. അതെ, ആളാണ് ആൺതരി എന്ന് പറയുന്നത്. ഓക്കെ, ചേച്ചിയുടെ വേറൊരു ഇന്റർവ്യൂ കണ്ടപ്പം ഞാൻ കണ്ടതാണ്, ഫാദർ
ആയിട്ട് അമ്മ സെപ്പറേറ്റഡ് ആണെന്നുള്ളത്. സോ അത് ഞാൻ ഇപ്പൊ ഈ അടുത്താണ് റിവീൽ ചെയ്തത്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് അവരുടെ പേഴ്സണൽ ഇതാണല്ലോ, പപ്പയുടെയും മമ്മിയുടെയും പേഴ്സണൽ ഒരു ഇതാണ്. ഞാൻ അവരോട് രണ്ടുപേരോടും പെർമിഷൻ ചോദിച്ചിട്ടുമാണ് ആ ഒരു ഇന്റർവ്യൂ ചെയ്യേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സംഭവം റിവീൽ ചെയ്യേണ്ടി വന്നതുകൊണ്ട് റിവീൽ ചെയ്തത്. ഓക്കെ, ഇപ്പം ചേച്ചി എന്നെ പറഞ്ഞു ചേച്ചിക്ക് ഫാദറിനോട് ഭയങ്കര ഒരു ദേഷ്യമാണ്. ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. എന്നുവെച്ചാൽ ആൾക്ക് വയ്യാതിരിക്കുകയാണ്. ഇപ്പം മമ്മിയുടെ അടുത്താണെങ്കിലും സംസാരിച്ചു, എൻ്റെ അടുത്താണെങ്കിലും ഇപ്പൊ സംസാരിക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. ആൾക്ക് വയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ആളെന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ അല്ലെങ്കിലും എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായപ്പോൾ ഉള്ള, അതും നമ്മുടെ ചെറുപ്പത്തിലെ കിട്ടുന്ന ആ ഒരു ഇൻസിഡൻസ് നമുക്ക് ചിലപ്പം നമുക്കത് മറക്കാൻ ചിലപ്പം ചില സംഭവങ്ങൾ നമുക്ക് മറക്കാനും പറ്റില്ല. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ എൻ്റെ അമ്മ തന്നെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, മറക്കേണ്ടത് നമ്മൾ മറക്കണം, ക്ഷമിക്കേണ്ടത് നമ്മൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ആള് വിളിക്കുന്നുണ്ട്, സംസാരിക്കാറുണ്ട്, മമ്മയടുത്തും സംസാരിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ആളവിടെ നിൽക്കട്ടെ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ലെന്ന് വരില്ല, ഇത്രയും വർഷമായില്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഓക്കെ, ഇപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, പക്ഷെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പപ്പ ആളെയും കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇവര് സെപ്പറേറ്റഡ് ആയെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നത്തിനോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നത്തിനും ആള് വന്നിട്ടില്ല, ആളുടെ ഫാമിലിയും വന്നിട്ടില്ല. ഇപ്പം പപ്പയുടെ ഫാമിലി ആണെങ്കിലും എപ്പോഴും നമുക്ക് ഇപ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ ചേട്ടന്മാര് സപ്പോർട്ടീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരോട് മറക്കാനും ക്ഷമിക്കാനും പറ്റും. പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പം രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി കഴിയുമ്പം ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് ചിലപ്പം എത്ര കാലം കഴിഞ്ഞാലും ക്ഷമിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പം ആദ്യം കണ്ടപ്പോൾ വളരെ കൂളായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു ചേച്ചിയാണ് ഇവിടെ ഫ്ലോറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ എന്നോട് ഭയങ്കര മിങ്കിൾ ചെയ്ത് ഭയങ്കര മിണ്ടി. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിൽ വിഷമം ഉണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഒരുപാട് വിഷമങ്ങളുണ്ട്. ഒരുപാട് വിഷമങ്ങൾ എന്നല്ല, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഒരുപാട് അവിടെ നിന്ന് ഇവിടം വരെ ഈ പുറമേ കാണുന്ന ഒരു ആൻമരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയ ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും അതെനിക്ക് പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഭയങ്കര ക്ലോസ് ആയാൽ ഞാൻ അവരോട് ഓപ്പണപ്പ് ആവും. പക്ഷെ ഓപ്പണപ്പ് ആവേണ്ട കാര്യങ്ങൾ നമ്മളായാൽ മതിയെന്ന് ഇപ്പം പല ഇൻസിഡൻസിലൂടെ പല കാര്യങ്ങൾ വരുമ്പോഴാണ്, പല ഇൻസിഡൻസ് വരുമ്പോഴാണ് നമ്മൾ അത്ര ഓപ്പണപ്പ് ആവണോ പറയണോ എന്നൊക്കെ. ഈ ഓപ്പണപ്പായിട്ട് പറയുന്നത് നമ്മൾ നെഞ്ചിലോട്ട് എടുക്കുന്ന നമ്മുടെ ചിലപ്പോൾ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരോടോ നെയ്ബേഴ്സിനോടൊക്കെ ആയിരിക്കും. പക്ഷെ അവർ പുറത്ത് നമുക്ക് എങ്ങനെയാണ് പണി തന്നിട്ടുണ്ട്, പണി തരുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും പാവമാവേണ്ട ആവശ്യമുണ്ടോ, ഓപ്പണപ്പ് ആവേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ മോള് പറഞ്ഞ പോലെ ഞാൻ എല്ലായിടത്തും ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിച്ച് കളിച്ചതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ട്. ആ വിഷമങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് ചിരിക്കാൻ പറ്റുന്നത് എന്തോ ദൈവാനുഗ്രഹം. ഓക്കെ, അപ്പം ചേച്ചി പറഞ്ഞു വരുന്നത്, അതായത് നമ്മുടെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവർ യൂട്ടിലൈസ് ചെയ്ത് അത് നമുക്കെതിരെ ഒരു ആയുധമാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കത് നമുക്ക് എല്ലാം ഇങ്ങനെ മീഡിയയിലും ഒന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, നമ്മുടെ കഥകൾ കേട്ടിട്ട് അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ പറയുന്നവരൊക്കെ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അയ്യോ അവരങ്ങനെ പറയുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കേട്ടിരിക്കുകയോ ഉണ്ടാവുള്ളൂ, ഇവരെല്ലാരും പറയുന്നത്. അത് വളച്ചൊടിച്ച് നമ്മുടെ തലയിലേക്ക് വെക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ കഥകൾ കേട്ടിട്ട് അത് അവർക്ക് ഈ അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, കേൾക്കുന്നവർക്ക് അതൊരു കഥയാണ്. നമുക്കേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങളാണ്. അത് മറ്റൊരാൾക്ക് കഥയായിരിക്കാം. പക്ഷെ അത് കേട്ടിട്ട് അതിനെ വളച്ചൊടിച്ച് വേറൊരാളുടെ അടുത്ത് പോയി പറയുമ്പോൾ വേറെ രീതിയിൽ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ശരിക്കും പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ്, സ്നേഹം ഒക്കെ ഉള്ള ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറഞ്ഞു വരുക. പിന്നെ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച എനിക്ക് അന്നും ഇന്നും പ്രിയപ്പെട്ട ഒരു 3-4-5 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരാളുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന വന്നപ്പോൾ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ജെനി, നൈനു,
റെജീന, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വീണ്ടും തിരിച്ച് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ തിരിച്ചു വരിക, അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, വീണ്ടും നമ്മളൊരു ഫംഗ്ഷന് കാണുക. ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ആണെങ്കിലും പഠിച്ച ഒരു കുട്ടിയുടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു ഇപ്പൊ അടുത്ത്, ഇപ്പോൾ 2 ദിവസമായുള്ളൂ. അപ്പോൾ അവിടെ പോയപ്പോൾ പഴയ ഫ്രണ്ട്സിനെ കാണുക, ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ മോളുടെയൊക്കെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഈ ജനറേഷനിൽ ഫ്രണ്ട്സിനൊന്നും അത്ര വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫ്രണ്ട്ഷിപ്പൊക്കെ അതിപ്പോ എല്ലാവർക്കും ChatGPT ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതൊന്നും കുട്ടികൾക്കില്ല. പണ്ട് നമ്മളെ ഇമോഷൻസ് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കും, അതാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ശരിയാണ്, നല്ലത് മാത്രം പറയുന്നവരല്ല നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നമുക്കൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുകയും പിന്നെ നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുകയും അത് കീപ്പ് ചെയ്യും, നമ്മളോട് കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവർ മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ലോകത്ത് ഇടുങ്ങിക്കൂടിയിരിക്കുകയാണ്. അപ്പം ചേച്ചിയുടെ വിഷയത്തിലോട്ട് തന്നെ വരാം. സുഹൃത്തുക്കളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ചോദിക്കുന്നതുകൊണ്ട് വളരെ വിഷമമുണ്ട്. 2 ഡിവോഴ്സായി. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ ഈ സൊസൈറ്റിയിൽ തന്നെ കല്യാണം കഴിച്ച് 2 വട്ടം ഡിവോഴ്സ് ആകുന്നൊക്കെ പറയുമ്പോഴേക്ക് ആളുകൾ നെഗറ്റീവായിട്ട് എടുക്കും. പക്ഷേ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാം. ഈ ഒരു 2 ഡിവോഴ്സും ചേച്ചി എങ്ങനെയാണ് ഫേസ് ചെയ്തത്? 2 ഡിവോഴ്സും ഫേസ് ചെയ്ത് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ്. നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, പുറത്ത് നമ്മൾ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടാവും, നമ്മുടെ കരിയറായിട്ട് നമ്മൾ ഓടുന്നുണ്ടാവും. പക്ഷേ ഈ 2 ഡിവോഴ്സ് കഴിയുമ്പോഴും 2 പേരെയും കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് പ്രശ്നത്തിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിരിയുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എന്തോ എനിക്കറിയില്ല, ചിലപ്പോൾ അതെൻ്റെ വിധിയായിരിക്കാം 2 ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത്. ആദ്യത്തത് എന്താ പറയുക, വളരെ അറേഞ്ച് മാരേജ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ആണെങ്കിലും പുള്ളി ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെ രണ്ടും ഇങ്ങനെ ആയിപ്പോയി. ഇനി അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തിനാ വെറുതെ, അത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ വിധിയായിരിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്കിപ്പം എൻ്റെ 2 പാർട്ട്നേഴ്സും പല സാഹചര്യം, അപ്പം രണ്ട് തലത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പിരിഞ്ഞത്. അപ്പം എനിക്കത് നമ്മളതൊന്നും അതിനെക്കുറിച്ചൊന്നും പറയണ്ട, സംസാരിക്കേണ്ട ആവശ്യമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ, അതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പം ചിലപ്പം ചിലർക്ക് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, ചിലർക്കത് പോകാൻ പറ്റത്തില്ല. ഇപ്പം രണ്ടാമതും ഡിവോഴ്സ് ആയത്, എന്താ പറയാ, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഏത് ലെവൽ വരെ എത്തണം, എങ്ങനെയാ മീൻസ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് വേണം. മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, മാക്സിമം നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല എഫേർട്ട് ഇടും. പക്ഷെ അത് പിന്നെ അത് കഴിഞ്ഞിട്ടും ആ ഒരു ലെവൽ കഴിഞ്ഞിട്ടും നമുക്ക് എന്താ പറയാ പോണ്ടാന്ന് തോന്നിയാൽ നമ്മൾ അവിടെ വെച്ച് പിരിയുന്നതല്ല. കൂടുതൽ കോലാഹലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത്. ഇപ്പൊ എത്രയോ പേര് ആത്മഹത്യ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 പേർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, 2 പേരും ജീവിക്കുക. ചിലപ്പം നമ്മൾക്കും തോന്നിയിട്ടുണ്ടാവാം ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ, പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കുക. എനിക്ക് എൻ്റെ അന്നും ഇന്നും എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ബാക്ക് ബോൺ, ഞാൻ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം എൻ്റെ മോള. അവളില്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഞാൻ ഉണ്ടാവത്തില്ല. അത് ഞാൻ എനിക്ക് തോന്നുന്നത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും എന്തും. അത് എൻ്റെ അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. തീർച്ചയായും. പിന്നെ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചി ജീവിതത്തിൽ ഒരുപാട് പെയിൻഫുള്ളായ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നതാണ്. അപ്പം ചില ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇട്ടിട്ട് പോന്നാൽ കുടുംബത്തിന് ചീത്തപ്പേര്, നാട്ടുകാരത് പറയും ഇത് പറയും, അതുകൊണ്ട് നീ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിന്നോ എന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. അവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ശരിക്കും അങ്ങനെ പറയരുത്. അങ്ങനെ പറയുമ്പോഴാണ് പല പെൺകുട്ടികളും സൂയിസൈഡ് ചെയ്യുകയും അവരുടെ എന്താ പറയുക അവരുടെ അടിയും ഇടിയും എന്താ ചവിട്ടുമൊക്കെ കൊണ്ട് ജീവിച്ച് ചിലപ്പോൾ ചിലർ അവരാൽ മരിക്കുന്നവർ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വാക്ക് തർക്കങ്ങൾ പിന്നെ അതൊരു ഫിസിക്കലി ഉള്ള ഒരു ഇതായിട്ട് വരും. ചിലപ്പം എന്താ പറയുക ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ എന്താ പറയുക ഭർത്താവിൻ്റെ കൈകൊണ്ട് മരിക്കുന്നു, ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു, അങ്ങനെയുള്ള കുറേ ന്യൂസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാതെ എവിടം കൊണ്ടാണോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ആ സ്റ്റോപ്പ് ചെയ്തിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് ഞാൻ പാരൻസിനോടാണ് പറയുന്നത്, എൻ്റെ മകളിങ്ങോട്ട് പോരെ,
അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചോ എന്ന് പറയുന്ന പാരൻസ് ആയിരിക്കണം വേണ്ടത്. പലരും എന്താ പറയുന്നത്, ഇപ്പം മോള് പറഞ്ഞ പോലെ എന്താ പറയാ, അയ്യോ കസിൻസ് എന്ത് പറയും, അവരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, നമ്മളെ ചവിട്ടി താഴ്ത്താനും നമ്മളെ നെഗറ്റീവ് പറയാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ നല്ലത് ചെയ്താൽ ആരെങ്കിലും നല്ലതെന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും? കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു നെഗറ്റീവ് ചെയ്ത് നോക്കിയേ, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനും പറയുന്നവർക്ക് പറയാം, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ തൻ്റെടിയാണ്, അല്ലെങ്കിൽ അവൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ ഫീൽഡിൽ തന്നെ പലരും പറയും അവൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവൾ അങ്ങനെ പോകുന്നുണ്ട്, അവൾ ഇങ്ങനെ പോകുന്നുണ്ട്, പറയുന്നവർ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മളെ അറിയാവുന്ന 1-2 പേര് മതി, നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ പാരൻസ് മതി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മതി, നമ്മുടെ കസിൻസ് മതി, അത് മതി. അല്ലെങ്കിൽ ഞാൻ പറയില്ലേ, വളരെ ചെറിയ രീതിയിൽ നമുക്ക് 1-2 സുഹൃത്തുക്കൾ മതി, അവർ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മുന്നോട്ട് അങ്ങനെ തന്നെ നല്ല രീതിയിൽ പോവുക. പിന്നെ ദൈവത്തെ ഓർത്ത് ആരും എന്താ വെച്ചാൽ പാരൻസ് സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലും ആത്മഹത്യ ചെയ്യരുത്. ജീവിക്കാൻ മാർഗമുണ്ടോ? ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാവരും പഠിച്ചവരാണ്, ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. അവർക്ക് അവരുടെ ജോലി ചെയ്ത് മക്കളുണ്ടെങ്കിൽ മക്കളെ വളർത്തി അവർ മുന്നോട്ട് പോവുക. പിന്നെ പാരൻസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ മക്കളെ ചേർത്ത് പിടിക്കുക. എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇപ്പം എൻ്റെ കസിൻസ് ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ ചേട്ടന്മാരോടും എൻ്റെ ചേച്ചിമാരോടും കാര്യങ്ങളെല്ലാം ഓപ്പണപ്പായിട്ട് പറഞ്ഞപ്പം അവരെൻ്റെ അടുത്ത് ഓക്കെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ, നീ മോളെക്കുറിച്ച് ചിന്തിക്കുക, വേറെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് എന്നോട് ചേർത്ത് പിടിക്കാൻ എനിക്ക് എൻ്റെ എന്താ പറയുക ഫാമിലിയും, അത് ഞാൻ പറയില്ലേ, കുറച്ച് സുഹൃത്തുക്കളും ഫാമിലിയും എൻ്റെ അമ്മയും ഉള്ളത് കൊണ്ടാണ്, എസ്പെഷ്യലി എൻ്റെ മോളും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അതുപോലെ എല്ലാ പാരൻസും അങ്ങനെ തന്നെ ചെയ്യുക. കാരണം പ്രശ്നങ്ങളുള്ള ഒരുപാട്, എനിക്ക് തോന്നുന്നു ഇപ്പം പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മൾ പറയും 80% വീട്ടിൽ പ്രശ്നങ്ങളില്ല, 20% വീട്ടിലെ പ്രശ്നങ്ങൾ. പക്ഷെ നേരെ തിരിഞ്ഞു, ഇപ്പം 20% വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ട്, ബാക്കിയെല്ലാം അല്ല 80% വീടുകളിലും പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരെ ചേർത്ത് പിടിക്കുക. പിന്നെ പറയുന്നവർ പറയും, ഇപ്പം നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിലും പറയും, ഇപ്പം നമ്മൾ ഉടുത്തൊരുങ്ങി, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഭർത്താവ് ഉള്ളവരെയും പറയുന്നുണ്ട്, ഭർത്താവ് ഇല്ലാത്തവരെയും പറയുന്നുണ്ട്, കല്യാണം കഴിക്കാത്തവരെ പറയുന്നുണ്ട്. നെയ്ബേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെ നെവർ മൈൻഡ്. ഇപ്പം ഞാൻ തന്നെ എന്താ പറയുക പോകുമ്പം പലരും പലതും പറയുന്നുണ്ടാവും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ പോകേണ്ട കാര്യങ്ങൾക്ക് പോകണം, നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യണം, നമുക്ക് ഈ എന്താ പറയാ ഞം കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണം. ഈ പറയുന്ന ആൾക്കാർ കൊണ്ടുത്തരില്ല, ഒരിക്കലും ഇല്ല. എന്നോട് ആരാണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് എന്തോ ഒരു ഗോസിപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് വീട്ടിലിരിക്കുന്നതാണ് സന്തോഷം, എനിക്ക് വീട്ടിലിരിക്കുന്ന സന്തോഷം. ഒരു എനിക്ക് എൻ്റെ ചിലവ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറയാം, ആ എമൗണ്ട് അവരെനിക്ക് ഇങ്ങോട്ട് തരട്ടെ, ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് എന്നും ഉറങ്ങുന്നതും TV കാണുന്നതും ഇങ്ങനെ ഇരിക്കുന്നതൊക്കെയാണ് സന്തോഷം. നമുക്ക് നമ്മുടേതായ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പോയി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചി ഒരുപാട് ജീവിതാനുഭവങ്ങൾ പഠിച്ചൊരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ചേച്ചിയോട് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പം കുറേ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ വേണ്ടി പേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ്, കാര്യങ്ങൾ, സ്ത്രീധന പീഡനം, ആത്മഹത്യ കേസുകളും ഉണ്ട് തന്നെ. സോ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജീവിക്കാൻ നമുക്ക് പാർട്ട്ണർ വേണം എന്നുള്ളത് നിർബന്ധമാണോ, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്ണർ ഇല്ലാതെ നമ്മുടെ കാര്യം നോക്കി ജീവിക്കാൻ പറ്റും? എന്താ ചേച്ചിക്ക് തോന്നുന്നത് പേഴ്സണലായിട്ട്? ഞാൻ എൻ്റെ മോളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ജീവിക്കാൻ പാർട്ട്ണർ വേണമെന്നൊന്നുമില്ല, അല്ലാതെ നമുക്ക് ജീവിക്കാം. പക്ഷേ മെയിനായിട്ടും എഡ്യൂക്കേഷൻ, അവരുടെ കരിയർ, ജോലി, ശമ്പളം മേടിക്കുന്നുണ്ടോ, നമുക്ക് പൈസ. പക്ഷേ ഇന്നത്തെ കാലത്ത് പലരും പൈസയൊക്കെ അടിച്ചു പൊളിച്ച് കളയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് വേണ്ടി കുറച്ചെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ, വയസ്സായി കഴിയുമ്പോൾ നോക്കാനും ആൾക്കാരുണ്ട്. അപ്പം പാർട്ട്ണർ വേണമെന്നൊന്നും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, വേണമെങ്കിൽ സെക്കൻഡറി ആണ് അതൊക്കെ. നമ്മൾ പെൺകുട്ടി, ഇപ്പം അത് ഞാൻ പെൺകുട്ടികളെ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അവരവരുടെ കരിയർ, ജോലി, സമ്പാദ്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ പാർട്ട്ണർ എന്ന് പറയുമ്പം എല്ലാവരും പറയുന്ന പോലെ നമുക്ക് എന്താ പറയുക, പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട്, പിന്നെ അതൊക്കെ ഒരു ലക്കാണ്, മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് ഈ പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് അതൊരു ലക്ക, നമ്മളെ മനസ്സിലാക്കി വരുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ലക്ക. അപ്പോൾ അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു 50-50 ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പോൾ നമ്മളെ എല്ലാവരും മനസ്സിലാക്കണമെന്നും ഉണ്ടാവില്ല, പാർട്ട്ണർ പോലും മനസ്സിലാക്കണമെന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അത് സെക്കൻഡറി ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്താ പറയുക, കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ അത് പറഞ്ഞില്ല, എൻ്റെ മോളോടും ഞാൻ പറയാറില്ല, ആരോടും പറയാറില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ചിലപ്പോൾ എനിക്ക് എന്തേലും വരും, എന്നാലും ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം ചോദിക്കണം തോന്നി, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാവുമോ? ഇല്ല, നെവർ നെവർ എവർ. കല്യാണം പോയിട്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നോ, ഇല്ല ഇല്ല. ഇപ്പം എന്തിനാണ് കല്യാണം? വീണ്ടും പോയി നമ്മൾ കോടതിയിൽ നിൽക്കുന്നു. ഞാൻ അതിപ്പോൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് പറയണേ. നമ്മൾ വീണ്ടും പോയി നമ്മൾ കോടതിയിൽ നിൽക്കുന്നു, കുറേ എന്താ പറയുക, ജഡ്ജിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, അഡ്വക്കേറ്റ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. നമുക്കത് വീണ്ടും വിഷമമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഭേദം ലിവിങ് റിലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കല്യാണം, ലിവ് റിലേഷൻ ഉണ്ടോ? അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞേ. ഞാൻ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞതാണ് ഈ കല്യാണം എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കല്യാണം എന്താ പറയുക, സ്പോയിലായി പോയി കഴിഞ്ഞാൽ, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തേലേക്ക് പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരുപാട് മനസ്സിലാക്കി വരുന്നൊരു ഫാമിലി ആണെങ്കിൽ, ഒരു പാർട്ട്ണർ ആണെങ്കിൽ നല്ലതാണ്. പോട്ടെ, നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, അത് സന്തോഷത്തോടു കൂടി തന്നെ പോട്ടെ. ഓക്കെ, അപ്പം ചേച്ചി ഇപ്പം മകളും പിന്നെ മമ്മി എല്ലാം കൂടെ ഉണ്ട്, പിന്നെ ചിക്കു അല്ലേ കൂടെ ഉണ്ട്. എന്നാലും ചേച്ചിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ടോ? തോന്നുമല്ലോ, സ്വാഭാവികം, മനുഷ്യരാണ്. നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ടൈമിൽ നമുക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ആദ്യത്തെ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞ ഒരു 7 വർഷം എന്താ പറയുക സിംഗിളായിട്ട് നിന്നപ്പം നമുക്കൊരു പാർട്ട്ണർ വേണം. പിന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും പറഞ്ഞു, നീ മാത്രം ഒരു പാർട്ട്ണർ ഇല്ലാതെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടാമതൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്താ പറയുക, നമുക്കൊരു കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എൻ്റെ വിധിയായിരിക്കാം. ചിലർക്ക് പറയില്ലേ, ചിലർക്ക് ഫാമിലി ലൈഫ് സെറ്റാവില്ല, ചിലർക്ക് സെറ്റാവും. അതാണ് ഇത്. പിന്നെ മനുഷ്യരാണ്, നമുക്ക് ആരെയും ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റത്തില്ല. ചക്കയോ മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂഴ്ന്നു നോക്കാൻ പറ്റും, മനുഷ്യരുടെ മനസ്സും കാര്യങ്ങളൊന്നും നമുക്ക് ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല. പിന്നെ പോകുന്ന നല്ല രീതിയിൽ പോകുന്ന ഇഷ്ടംപോലെ ഫാമിലി ഉണ്ട്, എനിക്കറിയാവുന്ന ഫാമിലി ഉണ്ട്. അവരങ്ങനെ തന്നെ പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പിന്നെ മറ്റൊരാൾക്ക് ഇപ്പം എൻ്റെ ലൈഫ് എനിക്ക് സ്പോയിൽ ആയതുകൊണ്ട് മറ്റൊരാളുടെ ലൈഫ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ, ചിലർ പറയില്ലേ എനിക്ക് കിട്ടിയില്ല എന്നാൽ പിന്നെ മറ്റൊരാൾ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ലൈഫ് സ്പോയിലായി പോയതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ലൈഫ് കാണുമ്പം എനിക്ക് സന്തോഷമാണ്. അവർ പോലും അറിയാണ്ട്, ഓ ഇവരിങ്ങനെ നല്ല ഇതായിട്ട് പോകണം, ഹാപ്പി ആയിട്ട് പോകണം, നല്ല രീതിയിൽ പോട്ടെ. അവരുടെ ഞാൻ ഈ ലോകത്തുള്ള, ഞാൻ പ്രാർത്ഥിക്കുമ്പം അത് തെറ്റാണോ ഇതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ പറയും, ഓ ഇവൾ ഇത്ര വിശുദ്ധയാണ്, പുണ്യ, അങ്ങനെയൊന്നുമല്ല. സന്തോഷത്തോടു കൂടി പോകുന്ന ഓരോ ഫാമിലി കാണുമ്പോഴും ഞാൻ ആർക്കും വേണ്ടി ഈ ലോകത്തുള്ള ഈ എന്താ പറയുക നല്ല രീതിയിൽ പോകുന്ന ഫാമിലി ലൈഫ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ നമുക്ക് അതാ പറഞ്ഞേ, ചില സമയത്ത് നമുക്ക് വിഷമങ്ങളുണ്ട്, എത്രയാന്ന് പറഞ്ഞാലും വിഷമങ്ങളുണ്ടാവും, മനുഷ്യരാണ്. ഇപ്പം എൻ്റെ ഒറ്റപ്പെടൽ എനിക്കറിയാം. ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോഴായിരിക്കും അത് എന്താ പറയുക പലതും തിങ്ക് ചെയ്ത്, ചിലപ്പോൾ ചില രാത്രികളിൽ ഉറങ്ങാൻ പറ്റാണ്ട് വരാം, ചിലപ്പോൾ കരയും. പിന്നെ നമ്മുടെ ഏറ്റവും എൻ്റെ ഇമോഷൻസ് ഞാൻ കാണിക്കുന്നത് എൻ്റെ അമ്മയിലാണ്. എനിക്ക് എൻ്റെ അമ്മയിൽ മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഇമോഷൻസ് കാണിക്കുക. എൻ്റെ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ദേഷ്യത്തോടു കൂടി പറയാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, എല്ലാം എൻ്റെ വീട്ടിലാണ് ഞാൻ കാണിക്കുന്നത്. അത് നമുക്ക് വീട്ടിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇപ്പം സ്മൂത്തായിട്ട് പോകുന്ന ഒരുപാട് ഫാമിലി ഉണ്ടാവും, അവരെല്ലാവരും അങ്ങനെ തന്നെ സന്തോഷത്തോടെ സ്മൂത്തായിട്ട് പോകണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും. ഇപ്പം ചേച്ചി ചെയ്ത വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ട കുറച്ച് കമൻസ് ആണ്, ചേച്ചിക്ക് മമ്മി എന്ന് വെച്ചാൽ വളരെ ജീവനാണ്. സോ മമ്മീനോട് ആ ഒരു സ്നേഹം കൂടുതൽ കൊണ്ടാണ് ചേച്ചിയുടെ ലൈഫ് തകർന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിൽ വല്ല കുറെ ബാഡ് കമന്റ്സ് വന്നത് പർപ്പസ്ഫുള്ളി ഇടുന്നതാന്നുള്ളത് നമുക്ക് ചിലതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്നെ അറിയാവുന്നവർക്കറിയാം. എന്നെ നന്നായിട്ട് അറിയാവുന്ന കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കറിയാം
അവരെൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ അന്നും ഇന്നും ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവർക്കറിയാം. പിന്നെ ഞാൻ പറയില്ലേ വിരലിലുണ്ടാവുന്ന എൻ്റെ പഴയ സുഹൃത്തുക്കൾ അവർക്കറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, എൻ്റെ കസിൻസിനറിയാം. ഈ കമൻസ് ഒക്കെ വരുന്നത് പെർപ്പസ്ഫുള്ളി ആണെന്നുള്ളതും അതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫേക്ക് ഐ ഡി അല്ലേ? പെർപ്പസ്ഫുള്ളിയാണ്. എൻ്റെ അമ്മ എൻ്റെ ലൈഫിൽ ഇടപെട്ടിട്ടില്ല. എൻ്റെ അമ്മ ഞാൻ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ പുതിയ ഫ്ലാറ്റിലേക്ക് മാറുന്ന സമയത്ത് ഞാനും എൻ്റെ മകളും എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴും ഹസ്ബൻഡ് തന്നെയാണ്, ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചപ്പോൾ എൻ്റെ അമ്മ അവിടെ ഒരു വിലങ്ങുതടിയായിട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മ പഴയ ഫ്ലാറ്റ്, ഞാൻ ആദ്യമായിട്ട് മേടിച്ച എൻ്റെ ആ പഴയ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു, ചേച്ചിയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മ വഴി ഒന്നും എൻ്റെ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നേക്കുന്നത്, അന്നും ഇന്നും പറഞ്ഞു തന്നേക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പം മോള് പറഞ്ഞ പോലെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചേർത്ത് പിടിച്ചു. പക്ഷെ അതുപോലെ തന്നെ മാക്സിമം എഫേർട്ട് ഇട്ട് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു തന്ന ഒരു വ്യക്തി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അല്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റൊരാൾക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടും ഞാൻ വിഷമിക്കുന്നതിലൂടെ എൻ്റെ മോള് വിഷമിക്കുന്നുണ്ട്. എൻ്റെ മോക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ല. എൻ്റെ അമ്മ യാതൊരു തരത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല. മനസ്സിലായില്ലേ? മക്കളെ മരുമക്കളെന്ന് കണ്ടിട്ടല്ല എൻ്റെ അമ്മ എൻ്റെ 2 പാർട്ട്നേഴ്സിനെയും സ്നേഹിച്ചിട്ടുള്ളതും എടുത്തിട്ടുള്ളതും. മക്കളെന്ന് തന്നെ വെച്ചിട്ടാണ്, മരുമക്കളെന്ന് വെച്ചിട്ടല്ല. അതുകൊണ്ട് എൻ്റെ അമ്മേനെ ഇതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. മോള് പറഞ്ഞ പോലെ ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇത് കുറേയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളറിയാവുന്ന 1-2 പേര് മതി. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു മെയിൻ ഇതാണ്, ഇപ്പോൾ ഡിവോഴ്സ് ആവാന്നുണ്ടെങ്കിൽ ആ സമയത്ത് പെണ്ണിനെ കുറ്റപ്പെടുത്തും. പക്ഷേ സാഹചര്യം വെച്ചാൽ പെണ്ണ് സൂയിസൈഡ് ചെയ്താൽ നേരെ തിരിച്ച് ഭർത്താവിനോട്ട് വരും. അത് എന്തുകൊണ്ടാന്നുള്ള ചിന്തിച്ചിട്ടില്ലേ? ആൾക്കാർ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാ പറഞ്ഞേ, കുറേ ആൾക്കാരുടെ കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഏത് സാഹചര്യത്തിലും ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും കുറ്റപ്പെടുത്താനും ക്രിട്ടിസൈസ് ചെയ്യാനും പല ന്യൂസുകൾ വരാനും ഈ നെഗറ്റീവ് പറയാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത് അത്രേ ഉള്ളൂ. ആ ഒറ്റ വാക്കുള്ളൂ, ഇഗ്നോർ. ഓക്കെ. ഇപ്പം ചേച്ചീനെ കണ്ട് ഒരുപാട് പേര് പഠിക്കണം എന്ന് ഞാൻ പറയും. കാരണം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ്, പെയിൻസ് എല്ലാം ഫേസ് ചെയ്തിട്ടും ഇപ്പോഴും മറ്റേ ചിരിക്കുടുക്ക പോലെ കുണിങ്ങി അങ്ങനെയല്ല, ദേഷ്യമൊക്കെ ഉണ്ട്. അത് ഞാൻ പറയില്ല, എനിക്ക് ദേഷ്യം കാണിക്കാൻ പറ്റുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പണായിട്ട് ഞാൻ പറയും, എനിക്ക് നോ പറയേണ്ടടുത്ത് ഞാൻ ഓപ്പണായിട്ട് പറയും. അതിപ്പം ഏത് വലിയ ആളെന്ന് വെച്ചാണെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നോ പറയും. പിന്നെ എനിക്ക് കുറേയൊക്കെ ഞാൻ ക്ഷമിക്കും. എൻ്റെ അടുത്ത് എന്താ പറയുക, പിന്നെയും നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങളാ പറഞ്ഞതും ചെയ്തതും ശരിയായില്ല. അതുവഴി എനിക്ക് പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഞാൻ പോട്ടെന്ന് വിചാരിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് തീർച്ചയായും വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ ജീവിക്കണം എന്ന് പറയാം. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ ചേച്ചിയുടെ അടുത്ത് നിന്ന് പഠിക്കാനുണ്ട്. ഇപ്പം ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, പ്രായമായ കൂട്ടിന് ആരുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളും നമുക്ക് വളരെ ടച്ച്ഡ് ആയിട്ടിരിക്കും. കാരണം പ്രായമാകുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കേണ്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ ഉള്ള ലൈഫ് അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളോട് ഇപ്പം പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ നോക്കണം എന്ന് ഞാൻ അവളോട് പറയത്തില്ല. കാരണം അവൾക്ക് അവളുടേതായ ഫ്യൂച്ചറുണ്ട്, സ്റ്റഡീസ് ഉണ്ടാവും, അവൾക്ക് പുറത്ത് പോകേണ്ടി വരും, അവൾക്ക് പഠിക്കേണ്ടി വരും, അവൾക്ക് അവളുടേതായ ലൈഫ് ഉണ്ടാവും. ഒരിക്കലും എന്നെ നോക്കണമെന്നോ അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ എന്നും എന്നെ കെട്ടിപ്പിടിച്ചിരിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല. പ്രായമാകുമ്പോഴല്ലേ ആരെങ്കിലും ഉണ്ടാവും നമ്മളെ നോക്കാൻ, ഇല്ലെങ്കിൽ ഈ മക്കൾ തന്നെ നമുക്ക് ആരെങ്കിലും നിർത്തിത്തരും. ഉണ്ടല്ലോ, ഈ അബ്രോഡൊക്കെ ഉള്ള പോലെ തന്നെ ഒരുപാട് ശരിക്കും നമ്മൾ വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ നമ്മളെ നോക്കാനും എടുക്കാനും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉള്ളവരുണ്ട്. ഈ പല എന്താ പറയാ, നമുക്ക് കുറെ കുഞ്ഞു കോട്ടേജ് ഒക്കെ വെച്ചിട്ട് നോക്കിയേ നമുക്കൊരു വീട് പോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇതിലാണെങ്കിലും കുറച്ച് പൈസ കൊടുത്താലും നമ്മളെ നോക്കാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ പോയി നിൽക്കുക. അവിടെ നമ്മൾ ഒറ്റപ്പെടുവല്ല ചെയ്യുന്നത്, നമുക്ക് കുറെ ആ ഒരു ടൈമിൽ നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടുന്നത് അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുക. പിന്നെ പൈസ ഉണ്ടോ നമുക്ക് ജീവിക്കാം. പിന്നെ അതാ പറഞ്ഞേ, കുറെ പേര് ഇപ്പൊ ചിന്തിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. എന്താ പറയാ, പൈസ കിട്ടുന്ന അപ്പം അടിച്ചു പൊളിച്ച് നമ്മൾ കുറച്ചെങ്കിലും നീക്കി വെക്കാം. നമ്മളെ പ്രായമാകുമ്പോൾ ആരും നോക്കണമെന്നുണ്ടാവില്ല. അപ്പൊ നീക്കി വെച്ചാൽ നമുക്കൊരു തുകയുണ്ടോ, നമുക്ക് എവിടെയും ആ തുക കൊടുത്തിട്ടാണെങ്കിലും പോയി നിന്ന് നോക്കാനും ആൾക്കാരും ഉണ്ട്. അതെ.
അപ്പം ഒരു സീരിയൽ ആർട്ടിസ്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് വേണേ കൗൺസിലിങ്ങിന് വരെ പോകാം. കാരണം ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. കുറെ ലൈഫ് ലെസൺസ് ആണ് ഇപ്പൊ ചേച്ചി നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ജീവിതത്തിലാണെങ്കിലും പിന്നെ മീഡിയയിലൊക്കെ ആണെങ്കിലും ചേച്ചി നല്ല രീതിക്ക് വിജയിക്കട്ടെ. ഇനി അടുത്ത ബിഗ് ബോസിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അതെ, അവര് വിളിക്കട്ടെ. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് കുടുംബത്തിലുള്ളത്. പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ എത്ര നാളെ നിൽക്കാൻ പറ്റും. പക്ഷെ ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ഇത്രയും ബോൾഡായിട്ട് സംസാരിച്ചാലും ചില സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സെൻസിറ്റീവ് ആണ്, എല്ലാ ഇമോഷൻസും ഉണ്ട്. ബിഗ് ബോസിൽ അത് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പം ചേച്ചി ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. എനിക്കും ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഓക്കെ.